അസർപ്പ് മീൻചന്ത. ഹലോ, അസ്സലാം വലൈക്കും. ആ എന്താണ് വിശേഷമൊക്കെ? കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങളൊക്കെ? അപ്പൊ അതാ ഞാൻ പറഞ്ഞ, അന്നിപ്പോ എന്റെ അടുത്താ വന്നു പോയില്ല ചിങ്ങലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അല്ല, അതൊക്കെ പടച്ചോന്റെ വേണ്ടുകൊണ്ടാണ് നടന്നോളൂന്ന്. ഏ അങ്ങനെ അനവധി കേസ് ഇവിടെ വരുന്നുണ്ടല്ലോ, ഒക്കെ വിജയിച്ചിട്ട് തന്നെ പോയിട്ടുള്ളൂ. നമ്മളടുത്ത് വരുന്നവരാരും പരാജയപ്പെടലില്ല. പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഈ ഒരു കാര്യം ചെയ്തോ, ഇക്കുള്ളത് കണ്ട് അയച്ചാളെ, അത് ഗൂഗിൾ പേ ചെയ്താലും വേണ്ടില്ല, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെയ്താലും അക്കൗണ്ടിൽ ഇട്ടാലും കുഴപ്പമില്ല. അല്ല അതന്നെ പറഞ്ഞേ. അപ്പൊ അതിനുള്ള ബർക്കത്ത് എനിക്ക് കിട്ടിക്കോളും. അതുകൊണ്ട് അയച്ചാളുണ്ട് കേട്ടാ ഇന്റെ. പിന്നെ മറ്റേ ഞങ്ങള് വേറൊരു കാര്യം പറയാൻ വിചാരിച്ചതേ, ഞങ്ങളൊരു ചാരിറ്റി നടത്തുന്നുണ്ട് ഇപ്പോ. ഉണ്ട്. അതിപ്പോ നമ്മളെ സാധനം നമ്മുടെ നാട്ടിലത്തെ ആരുമില്ലാത്ത ആൾക്കാർക്കും ഒക്കെ എന്തേലൊക്കെ ഒരു സഹായം ചെയ്യാന്നുള്ള നിലക്കേ. അതന്നെ അതന്നെ. അല്ല, ഇവിടെ 3-4 ആൾക്കാരുണ്ട്, ഞാനും അതിലുണ്ട്. ഞാനിപ്പോ ഒരു മെമ്പർ തന്നെയാണ് അതിൽ. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യേണ്ട എന്താ വെച്ചാൽ അതിലേക്ക് വേണ്ട വിധത്തിലൊന്ന് കാണണം. അല്ലല്ല, അങ്ങനെ ഒഴിവ് കഴിവ് പറയരുത്. അത് നിങ്ങളെ പോലത്തെ ആൾക്കാർ തന്നെയാണല്ലോ അതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ഒരു വേണ്ടുക വർക്കത്തും ഒക്കെ നിങ്ങൾക്ക് പടച്ചോ തരായിരിക്കില്ലല്ലോ. അവിടെ അപ്പൊ അതെ 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 അതെ. അപ്പൊ ഈ എന്തായാലും അതിലേക്കുള്ളതും ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൊണ്ട് അയക്കണം കേട്ടാ. അപ്പൊ എന്നാ ശരി, ഓക്കെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എവിടുന്ന വരുന്നേ? ഇപ്പോ കയ്പമംഗലത്ത് നിന്ന് ഇന്നലെ 3 കോള് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പേരെന്താ? ഓട്ടെ. രാവിലെ 11 മണിക്ക് വിളിച്ചേ അല്ലേ? എന്തായിരുന്നു കാര്യം? 2 20 മിനിറ്റ് സംസാരിച്ചോ? ഒരു തിരക്കും ഇല്ല, പറഞ്ഞു. ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു തിരക്കുണ്ട്, അത് നോക്കണ്ട. നിങ്ങളെ കാര്യം പറഞ്ഞോളൂ. എന്താണ് കച്ചവടമൊക്കെ മഹാമോശമാണ് തന്നെ. അനക്കെന്താ കച്ചവടം? എന്തിന്റെ കച്ചവടമാണ്? എന്തിന്റെ കച്ചവടമാണ് എനിക്ക്? ഈ എന്താ പറയാ, കോഴിക്കാട്ടത്തിന്റെ. അപ്പൊ കോഴിക്കാട്ടപ്പത്തിന് ഇപ്പൊ കച്ചവടം ഇല്ല, ആൾക്കാർ എടുക്കണില്ല. അതാണ് ഇപ്പൊ എന്റെ പ്രശ്നം അല്ലേ? നമ്മുടെ കോഴിക്കാട് ഒരു ഫാം തുടങ്ങുമ്പോഴേ സാധാരണ ഇപ്പൊ ഒരു 15 കോഴിക്കാടുണ്ട്. നാടൻ കോഴിയാണോ അതോ? അല്ല, ഈ ബ്രോയിലർ ചണ്ടിക്കോഴി അങ്ങനെ ആരും വാങ്ങില്ല. ഫാമുണ്ട് എന്റെ സ്വന്തം സ്ഥലത്ത് തന്നെ. അല്ല, ഈ പാട്ടത്തിനെടുത്തില്ല, സ്ഥലം പാട്ടത്തിനെടുത്തു. എന്നിട്ട് അപ്പൊ നമ്മളൊരു കോയിലിങ്ങനെ ഒരു കുടിക്കാരാകുമ്പോ കോഴിക്കോട് അവര് ആൾക്കാർ കച്ചവടക്കാരെ പിടിച്ചു കൊണ്ടുപോകും. അപ്പൊ ഓരോ കൊടുത്തന്നെ നമ്മള് കോഴിക്കാട്ടിന്ന് വരണ്ടി കൂട്ടിട്ട് ചാക്കിലാക്കി വെക്കും. അല്ല, ഇപ്പൊ കോഴിയുടെയും കച്ചവടം ഉണ്ടല്ലോ, കോഴിക്കാട്ടത്തിന്റെ മാത്രല്ലല്ലോ. കോയിനെ ആദ്യം വെക്കൂലേ? കോയിന് വെക്കും. അപ്പൊ കോഴിക്കാട്ടം പിന്നെ നമ്മള് അവിടെ ഇട്ട് കിട്ടുന്ന മുട്ടയൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ കോഴിക്കാട്ടപ്പോ ഡിമാൻഡ് ഇല്ല. കോഴിക്കാട്ട ഡിമാൻഡ് ഇല്ല. കോഴിക്കാട്ടത്തിന് ഇപ്പൊ ഡിമാൻഡ് ആക്കി തരണം, അതല്ല ഇപ്പൊ ആവശ്യം. ആൾക്കാർ പറമ്പിലോ തോലിപ്പണിയോ ഈ പണിയൊന്നും എടുക്കണില്ലല്ലോ. അതൊക്കെ ആകുമ്പോ പണ്ട് ഒരു ചാക്കിന് നല്ല കായിട്ടിരുന്നു കോഴിക്കാട്ടത്തിൽ, ലോഡ് കിടക്കണേ കയറി പോലും. ഇപ്പൊ അങ്ങനെ ചേച്ചി അവിടെ കിടക്കുന്നുണ്ട്, ഒരാൾ വാങ്ങാനില്ല, ഒന്നുമില്ല. ഞാനിവിടെ കുറെ പറയുന്നു, ഉസ്താനെ പോയി കണ്ടാൽ മതി, ഉസ്താനെ കണ്ടാൽ മതി. കോഴിക്കാട്ടത്തിന് ഡിമാൻഡ് ഉണ്ടാവണമെങ്കിൽ ആളുകൾ വന്ന് വാങ്ങി തന്നെ വേണം. അപ്പൊ അതിന് ആളുകൾ അങ്ങോട്ട് എന്റെ ഫാമിലിക്ക് വരാനുള്ള എന്തേലും ആണ് ചെയ്യേണ്ടത്. കോഴിക്കളാണെങ്കിലേ കോഴികൾ തൂർന്നില്ല വെച്ചാൽ ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം കോഴിക്കാട്ടുണ്ടെങ്കിലല്ലേ ഇപ്പൊ ആൾക്കാർക്ക് കൊടുക്കാനും പറ്റുള്ളൂ. ഉള്ളത് ഇപ്പൊ അവിടെ കെട്ടിക്കെടുക്കണുണ്ട്. ഈ പുതിയ വന്ന ബാച്ച് കോഴികളൊന്നും തൂറാത്തതല്ലേ? ഇനി വല്ല അടഞ്ഞിട്ടുണ്ടാ എന്തേലും ഉണ്ടോന്ന് ഒരു കാര്യം ചെയ്യാം. ഞാനേ അല്ലല്ലടാ ചങ്ങായി, അത് പിഞ്ഞാണത്തില് എഴുതി കൊടുക്കണാണ്. ചോറിന പ്ലേറ്റ് ഒന്നല്ല. ഇജ്ജ് ആവശ്യമില്ലാത്ത കാര്യം വർത്താൻ പറയണ്ട. ഇജ്ജ് അനക്കിപ്പോ കോഴിക്കാട്ടല്ലേ വേണ്ടത്? അതിനെ കോഴി തൂറണോ? അതിനെന്നെ ഞാനേ തുള്ളി വെള്ളാണ്ട് മന്ത്രിച്ചു തരാം. ഇജ്ജ് കോഴികൾക്ക് കൊടുക്കുക. 1500 കോഴിയുടെയും ഇത് ആദ്യം കൊണ്ടുപോയിട്ട് വലിയ ചെമ്പില് വട്ടളത്തിലെ ചെമ്പില് കണ്ട് ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളം ഒരു ഫില്ലറിലോ എന്തിലേലും ആക്കിയിട്ട് കോഴിയുടെ വായിൽ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. അങ്ങനെ വെച്ചു കൊടുത്താലും മതി. പിന്നെ ഒരു കാര്യമുണ്ട്,
അതാണ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ തീട്ട കളിയാവും അവിടെ. ആ കോഴി തീട്ടം നിറഞ്ഞിട്ട് പിന്നെ ഇഞ്ഞ് അത് നിക്കാൻ വേണ്ടി പറയരുത്. ഇനി അണക്ക് ഇജ്ജ് അണക്കും കുറവുണ്ട് വെച്ചെങ്കിൽ ഇജ്ജ് ലേശം കഴിച്ചോ. അത് കഴിക്കാ. ഇത് എന്തിനും തൂറല്ലേ വേണ്ടുള്ളൂ, അതിനുള്ളതുണ്ട്. ഞാൻ ഒന്ന് കുടിച്ചു തരാം. ഇത് വട്ടളത്തിൽ വെച്ചിട്ടേ കോഴികൾ കൊത്തി കുടിക്കണോടത്ത് അത് വെക്കുക. പിന്നെ കോഴി അന്ന് 3ന്റെ അന്ന് കോഴി തൂറാൻ തുടങ്ങും കേട്ടാ. അത് കുറച്ചിട്ടാ മതിയായിരുന്നു, ബാക്കി അവിടെ എടുത്തോ. പിന്നെയും തൂറാത്ത കോഴികൾ വരികയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യാ? ഗൂഗിൾ പേ അല്ല, അത് എന്താ വെച്ചാൽ അങ്ങോട്ട് കയ്യിൽ തന്നാളെങ്കിൽ ഗൂഗിൾ പേ ആയാലും കുഴപ്പമൊന്നുമില്ല. കാര്യമായിട്ട് തന്നെ ഇട്ടോളിട്ടാ. 1500 മതി മതി. ഓക്കെ, അസ്സലാമലൈക്കും. ഞാൻ വിളിക്കും. അപ്പൊ ഞാൻ കൈപ്പമംഗലം മറക്കണ്ട, നീ വിളിക്കും. ഞാൻ വീടറിയാൻ വിളിക്കും. 3 പോയി തൂറിയാലും തൂറിയില്ലെങ്കിലും വിളിച്ചു പറയണം കേട്ടാ. ശരി. വാലൈക്കും അസ്സലാം. ഇരുന്നോളി. എന്തായിരുന്നു, എവിടുന്നാ വരുന്നേ? കൊടുങ്ങല്ലൂരിന്നാ വരുന്നേ? അത് ശരി. 7 കൊല്ല? നിങ്ങളൊന്നും ഉറക്കെ പറയ്ക്ക് കേക്കാല്ല. 7 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ട്. ഇന്നത്തെ ഒരു കുഞ്ഞിക്കാര് കണ്ടിട്ടില്ല. അപ്പൊ അതാണ് കാര്യം. കുട്ടികളില്ലല്ലേ 7 കൊല്ലായിട്ടും? ഭർത്താവിന് എന്താ ജോലി? നാട്ടിൽ തന്നെ അല്ലേ? അപ്പൊ കുട്ടികളുണ്ടാവണം. വേറെ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന അതേപോലെ ആസ്പത്രിയിലും ചികിത്സയും കാര്യങ്ങളൊക്കെ? ഇവിടെ വന്ന നടത്തും, ഇവിടെ വന്നിട്ട് നടക്കാതെ പോയിട്ടില്ല. ഇവിടെ കുട്ടികളില്ലാണ്ട് ഇവിടെ വന്നിട്ടുണ്ടോ ഞാൻ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ബേജാറും വേണ്ട, എന്തായാലും ഇവിടെ എത്തിപ്പെട്ടല്ലോ. ഇനി കുട്ടികളെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പറഞ്ഞേക്കണുള്ളൂ. ശരി. എന്തായിരുന്നു പേര് പറഞ്ഞേ? സെബീന അല്ലേ? സെബീന. ഭർത്താവിന്റെ പേരെന്താ? ബഷീർ അല്ലേ? ഒരു ഊത്തിന്റെ കുറവുണ്ടായിരുന്നു നിങ്ങക്ക്. പിന്നെ ഒരു ശൈത്യാനിയത്തെ എന്തോന്ന് അങ്ങനെ തടഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെയാണ് ഇതാക്കിയത്. ഞാനൊന്നേ മുട്ടേമല എഴുതി തരാം. പിന്നെ അതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ഉണ്ട് ചെയ്യാ. അപ്പൊ കുട്ടികളണ്ട് ഉണ്ടാവും കേട്ടാ. ഒരു ബേജാറും ഇനി വേണ്ട. അവിടെ ഇരിക്കട്ടെ. എൻ്റെ കജ്ജൊന്ന് കണ്ട് കാട്ടിയ, എൻ്റെ കജ്ജിൽ വെക്ക്. എൻ്റെ സാളൊന്ന് മാറ്റിക്കാൻ മൊത്തത്തിൽ ഞാനൊന്ന് കാണട്ടെ. സാള് മാറ്റി ഒന്ന് കാണാനാണ്. എന്നിട്ട് ഞാൻ ഊതിയരാ. ഷാള് മാറ്റണം, എന്നാലല്ലേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇങ്ങനെ ഷാളിട്ട് മൂടിയ ആളുടെ ഒരു ഘടന കാണണ്ടേ, എന്നാലല്ലേ ഏത് തരത്തിലാണ് നമ്മളതിന്റെ ചികിത്സ നോക്കണ്ടത് എന്നുള്ളതുണ്ട്. ഈ സാളുണ്ട് മാറ്റിയാ ഞാൻ ഇപ്പൊ ഊതിയരാ. ഷാള് മാറ്റാനല്ലേ പറഞ്ഞോളൂ. എന്താ പണത്, വല്ലാത്തൊരടങ്ങറ്. സാള് മാറ്റാൻ പറഞ്ഞപ്പോ മൂടും കളഞ്ഞ്. അല്ല മുത്തേ, ഞാൻ ഇന്നിപ്പോ അതവിടെ ഫ്രീ ആയിട്ട് ഇരിക്കല്ലേ, ഇജിട്ട് പോരെ, വന്നോട് കിട്ട്. ഇന്ന വേണ്ട, ഞാൻ കൊണ്ട് വരാം. ഇന്നത്തെ വജീന അൻ്റോടെ ആയിക്കോട്ടെ. നല്ല മൂടില്ല ഞാൻ. ഇരിക്കി. എന്ത്? ഇല്ല, ഞാൻ പേടിച്ചില്ല. എന്റെ പേര് ജമാല്. ഷാള് നീക്കി തട്ടെ.
അല്ല ഷാള് നിക്കാനല്ല ഞാൻ ഷാള് നിൽക്കാനാണ് പറഞ്ഞത് എന്നോട്. അതെ ഞാൻ പറഞ്ഞ കാര്യം സത്യാണ്. അപ്പൊ ഷാളല്ലേ നിക്കാൻ പറഞ്ഞോളൂ, ചുരിദാർ നിക്കാനല്ലല്ലോ ഞാൻ പറഞ്ഞത്. വന്നപ്പോ തൊട്ട് തൊടലും മുട്ടലും തടവലൊക്കെ എന്താണ് എന്റെ പെങ്ങന്മാരെ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. ഈ സമുദായം പൊന്നാര പെങ്ങളെ ഞാൻ ദർസില് പഠിച്ചതല്ല, ഞാൻ കിതാബ് മൊത്തം വായിച്ച് അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തോണ്ടിരിക്കുന്നത്. എന്ത് കള്ളത്തരം, എന്റെ അടുത്ത് വന്ന ഒരാൾക്ക് ഒരു പിഴവ് പറ്റിയിട്ടില്ല. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഒരു കൂട്ടില്ലാത്ത വേദന കൊണ്ട് പോയി നാട് മൊത്തം നടക്കുന്ന സമയത്ത് ഈ എന്തിനാ ഇന്ന താത്താനോട് തോന്നിവാസം വിളിച്ചു പറഞ്ഞത്? അന്റെ കാരണം ഞാൻ എന്ത് തോന്നിവാസ പറഞ്ഞത്? കാരണം കൊണ്ടാണ് ഈ സമുദായം മൊത്തം ചുറ്റപ്പേരി കേൾപ്പിക്കുന്നത്. അന്നെപ്പോലെ കൊള്ളന്മാര് കാരണം കൊണ്ട്. ഞാനേ അല്ല കുട്ടിയെ അതല്ല അല്ല 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 അതെ ഈ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കേക്കി മനസ്സിലാക്കി. ഈ സാള് ഇവിടുന്ന് ഇങ്ങനെ മാറ്റിയ ഈ പെരടിയിൽ ഒരു ഊത്തുണ്ട്. എനിക്ക് ജിന്നുള്ളതാണ് എന്റെ കൂടെ. അപ്പൊ അത് അന്നെപ്പോലുള്ള ഉസ്താദുമാരാണ് ഈ നാട്ടിലുള്ള പല ഉസ്താദുമാർക്കും ദോഷം ഉണ്ടാക്കുന്നത്. ഇനി അന്നെപ്പോലെ കൊള്ള ഉസ്താദുമാര് ഉണ്ടാതിരിക്കണേ. അന്നെപ്പോലെ പല ഉസ്താദുമാരും ഇങ്ങനെ കള്ളത്തരം കാട്ടി നടക്കുന്നുണ്ട്. ചെക്ക എന്താ വിചാരിച്ചത്? ഇസ്ലാം എന്താണെന്നൊക്കെ വിചാരിച്ചിട്ടുള്ളത്? ഇനി അന്ന് ഈ ജില്ലയിൽ പോയിട്ട് ഈ കേരളത്തിൽ കണ്ട കൊല്ലമോട്ട മാത്രമാണ് ചുക്കോമണി കഴിഞ്ഞാൽ അടിച്ചു പൊട്ടിക്കും. നോക്കിക്കോ പൊന്നാര പെങ്ങളെ, എനിക്ക് ജിന്നിന്റെ കറാമത്തുള്ള അങ്ങനെയൊന്നും പറയരുത്. എനിക്ക് ജിന്നിന്റെ കറാമത്തല്ലടാ മതി. കോണാൻ പാടില്ല. ഇവിടെ കൂട്ടിട്ട് ആൾക്കാരെ നോക്കുന്ന ഞാൻ അറിഞ്ഞ പോലീസായിട്ട് ഞാൻ വരിക കേട്ടാ. പിന്നെ മാത്രല്ല ഇവിടെ നല്ല ചോണക്കുട്ടികളുണ്ടാവും. ചോണക്കുട്ടികളായിട്ട് ഞാൻ വരും. ഒരു എന്തപ്പ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോട്ട് ഇറങ്ങിയാ കണ്ടിക്കണ്? ഒരു മനുഷ്യനൊരു തൊഴിൽ ചെയ്തിട്ട് ഇവിടെ ജീവിക്കണ്ടേ? എന്താണിപ്പത്? അല്ല എന്റെ അടുത്തുണ്ട് തെറ്റ്. ഇനി ആരാണ് ആ വിളിക്കണത്? സൈനബ. ആ അപ്പൊ ഫ്രീ ചലക്കാട പോയിക്കോ ചോടുന്നത് വെച്ചാലേ ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ കുടുങ്ങിയിട്ടിരിക്കാണ്. വെക്കടി പോണു. എല്ലാം ഉള്ള മൂടൊക്കെ പോയി.